ഹായ്, പാചകത്തട്ടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കടലക്കറിയുടെ റെസിപ്പിയാണേ. തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിരുന്ന കടലയാണേ അതിലേക്ക് ഇടുന്നത്. അതിട്ടതിന് ശേഷം ഒരു സവാള നീളത്തിലരിഞ്ഞതാണ് ഇടുന്നത്. അതിനുശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 4-5 പച്ചമുളക്, എനിക്ക് ആവശ്യത്തിന് ഇടണേ. ഒരു ചെറിയ തക്കാളിയാണ് ഇട്ടത്. ഇഞ്ചി പേസ്റ്റ് അരഞ്ഞിരുന്നത് അതും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കണേ. കുക്കർ അടച്ച് 3 വിസിൽ കേൾക്കുന്നവരെ വേവിക്കണേ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ കടുക്, ആ കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് നമ്മൾ മൂപ്പിക്കാൻ ആവശ്യമുള്ള ചെറിയ ഉള്ളി, കടുക് വറുക്കുവാണേ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ആ കറിവേപ്പിലയിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. എരിവില്ലേ, കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തതാണ്. അതിനുശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണേ. അത് ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കണേ. പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കണേ. എന്നിട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല അതിലേക്ക് ഒഴിച്ച് അതിലേക്ക് 1/2 സ്പൂൺ കറി മസാലയും കൂടി ഇടുന്നുണ്ട്. മണത്തിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അത് അടച്ച് വെച്ച് വേവിച്ച് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ കടലക്കറി തയ്യാറാവുകയെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്ക് ഒരു ഷെയറും ചെയ്യണേ. ആ കൂടെ തന്നെ നമുക്കൊരു ദോശയും കൂടെ ചുട്ടെടുക്കാം. ദോശ പാനിലേക്ക് ദോശയുടെ മാവൊഴിച്ച് ചുറ്റിക്കുക, തിരിച്ചിടുക. നമ്മളെ കടലയും ദോശക്കറിയും ഇവിടെ തയ്യാറാവുകയാണേ. നമുക്കെല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിച്ചാലോ.